friends, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ കുറച്ച് സൽവാർ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇഹാ ഡിസൈൻസിന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ കുറേ വീഡിയോസ് ഞാൻ പർച്ചേസ് ചെയ്തതിന് ശേഷം കുറേ വീഡിയോസ് കണ്ടു, കുറേ റിവ്യൂസ് കണ്ടു. അവരുടെ ക്വാളിറ്റി മോശമാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞ സമയത്ത് കിട്ടിയില്ല, പിന്നെ മെസ്സേജ് റിപ്ലൈ തരുന്നില്ല, അവർ യൂട്യൂബിലിരുന്ന കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേ കമന്റ് കണ്ടു. അതുപോലെ തന്നെ കുറേ റിവ്യൂസ് കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇഹാ ഡിസൈൻസിന് കുറച്ച് സൽവാർ മെറ്റീരിയൽസ് എടുത്തു. ആ സൽവാർ മെറ്റീരിയൽസിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഇതുപോലെ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ അനുഭവം എന്താണ്, അതുപോലെ ഇഹാ ഡിസൈൻസ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. ആദ്യം ഞങ്ങളൊരു 3 സൽവാർ ഒരേ പാറ്റേണിലുള്ള 3 ഡിഫറെന്റ് കളേഴ്സിലുള്ള സൽവാറാണ് ആദ്യം ഓർഡർ ചെയ്തത്. അതിന്റെ താഴെ ഡിസൈൻ വരുന്നതായിരുന്നു, താഴെ എംബ്രോയിഡറി ഡിസൈൻ വർക്ക് വരുന്ന ഒരു സൽവാർ, സിമ്പിൾ സൽവാർ മെറ്റീരിയൽ, ജോർജറ്റ് മെറ്റീരിയലിന്റെ ഒരു 999 റേഞ്ചിൽ വരുന്ന സൽവാർ മെറ്റീരിയൽ ഒരു 3 ആഴ്ച മുന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പൊ ഓർഡർ പ്ലേസ് ചെയ്ത് പൈസ പേ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ അവരുടെ തന്നെ ഒരു വീഡിയോ കണ്ടത്. ശരി, ഈ 999 റേഞ്ചിൽ തന്നെ വേറെ ഈ ഓപ്പോസിഷനിൽ ഫ്രണ്ടിൽ വർക്ക് വരുന്ന ഒരു സൽവാർ മെറ്റീരിയൽ കണ്ടു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവർ വിളിച്ചു, അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇതാക്കാൻ പറ്റുമോ. പിന്നെ വേറെ പിങ്ക് കളറായിരുന്നു, കളറ് നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി അവരെ കസ്റ്റമർ കെയറിലേക്ക് അപ്പൊ തന്നെ വിളിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇപ്പൊ തന്നെ വേഗം നമ്പർ പറഞ്ഞു തരാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാം, ഓർഡർ അവർ തന്നെ കമ്പ്യൂട്ടറിൽ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് നമ്പർ പറഞ്ഞു കൊടുത്തു, ആ ചുരിദാറിന്റെ ആ മെറ്റീരിയലിന്റെ കോഡ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് അത് മാറ്റിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു സൽവാർ മാറ്റിയിട്ട് മറ്റേതാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മെയിൽ വരുന്നു പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു. ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഏതൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്ത് കാണിക്കുമ്പോൾ 2 എണ്ണം ഒരു സൽവാറും പിന്നെ ഒരെണ്ണം വേറെ, അങ്ങനെ 3 എണ്ണമായിട്ട് നമുക്ക് കാണിച്ചു. പക്ഷെ പിന്നെ അത് വന്നത് അവർ പറഞ്ഞത് 5 ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്ത് പറഞ്ഞിരുന്നു. എനിക്കത് 10 ഡേയ്സിനുള്ളിൽ കറക്റ്റ് 9ാമത്തെ ദിവസം എനിക്കത് പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3ാമത്തെ സൽവാർ ഒരെണ്ണം നമ്മൾ മാറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് മാറിയിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത അതേ സൽവാറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം അവരെനിക്കത് ഓർഡർ പ്ലേസ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇമെയിലൊക്കെ വന്നതാണ്. എന്റെ ഓർഡർ ലിസ്റ്റിൽ ഇപ്പൊ കിടക്കുന്നത് വേറെ സൽവാറാണ്. അപ്പൊ അത് വന്നിരിക്കുന്നത് വേറെ ആണല്ലോ, മുന്നേ ഓർഡർ ചെയ്തതാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഒരു കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു, ഞാൻ ഓർഡർ ചെയ്തതല്ല, ഞാൻ നിങ്ങൾ മാറ്റിയത് പറഞ്ഞിട്ട് ഇതാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അവരെനിക്കൊരു വാട്സപ്പ് നമ്പർ തന്നു, അതിൽ വിളിച്ചാൽ മതി, അതിൽ വിളിക്കുമ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ അവര് പറയുന്നു പറഞ്ഞു. അപ്പൊ അതിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു, എന്റെ ഈ ഫോട്ടോസ് ഒക്കെ അയച്ചു, എന്റെ ഓർഡർ ഐ ഡി നമ്പറെല്ലാം അയച്ചവർക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അന്ന് ഞാൻ ഒരു 5:45-6 മണി സമയത്താണ് മെസ്സേജ് വൈകിട്ട്. അപ്പൊ അവര് റിപ്ലൈ തന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് എനിക്ക് റിപ്ലൈ തരാത്തെന്ന് കരുതി. പിറ്റേ ദിവസം റിപ്ലൈ തന്നില്ല. അതിന് പിറ്റേ ദിവസം ഞാൻ ജസ്റ്റ് വീണ്ടും മെസ്സേജ് അയച്ചു, ഹായ് എന്ന് പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയച്ചു. അപ്പൊ അവര് അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം 4ാമത്തെ ദിവസം കൂടാന്ന് തോന്നുന്നു, അവര് ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് മെസ്സേജ് അയച്ചു. പിന്നെ അവര് ചെക്ക് ചെയ്യാൻ പോയതാണ്. പിന്നെ അവർ ഇതുവരെ വന്നിട്ടില്ല, ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് മെസ്സേജ് ഇങ്ങനെ പോയില്ല, കാരണം എന്തായാലും ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് ഇത് നല്ലതായിരുന്നു വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോ എടുക്കാം, കുഴപ്പമില്ല പോട്ടെ. ഇനി അവരെ മെസ്സേജ് അയച്ച് അവർക്ക് തിരിച്ച് അവര് അതൊക്കെ നോക്കി അന്വേഷിച്ച് ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. ഈ അവര് പറഞ്ഞാൽ തന്നെ നമ്മളത് തിരിച്ച് കൊറിയർ ചെയ്ത് കൊടുക്കണം. ഞാനത് എന്റെ പൈസ മുടക്കി ഇവിടെ നിന്ന് കൊറിയർ അവർക്ക് അയക്കണം, പിന്നെ അവര് അവിടെ നിന്ന് തിരിച്ചയക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ അത് മതി, മാറ്റണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണ് ആദ്യം എനിക്ക് ഉണ്ടായ അനുഭവം, ഫസ്റ്റ് സൽവാർ എടുത്തപ്പോ. അപ്പൊ അതിൽ വന്നത് കാണിച്ചു തരാം കേട്ടോ. അതിൽ വന്നത് ഒരു വയലറ്റ് കളർ ഷെയ്ഡാണ്, കണ്ടോ. ഒരു വയലറ്റ് കളറാണ് എനിക്ക് വേണ്ടി എടുത്തത്. ഇതാണ് എനിക്ക് വേണ്ടി എടുത്തത്. ഇതിലിങ്ങനെ താഴെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്, കണ്ടോ. താഴെ ഇതുപോലെ എംബ്രോയിഡറി, പൂക്കളുടെ എംബ്രോയിഡറി ഡിസൈൻ ആണ് വരുന്നത്. ജോർജറ്റ് ആണ് മെറ്റീരിയൽ. സൽവാറൊക്കെ മെറ്റീരിയലൊക്കെ നല്ലതാണ്, ജോർജറ്റ് മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഷോളില് 2 ബോർഡറിലും ഇങ്ങനെ അവരുടെ എംബ്രോയിഡറി ഡിസൈൻ ആണ്, കണ്ടോ. ഇങ്ങനെയാണ് സൽവാർ വരിക. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഷോൾ. ഇതിന്റെ കൂടെ ഇതേ സെയിം പാറ്റേൺ തന്നെ നമ്മൾ വേറെ 2 കളറും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കളർ ഇതാണ്, ഇതൊരു ബീട്രൂട്ട് കളറില്ലേ, ബീട്രൂട്ട് കളർ എന്നാണ് അവരുടെ ഉണ്ടായിരുന്നത്. ബീട്രൂട്ട് കളർ തന്നെയാണ് ഇത്, കണ്ടോ. സെയിം അങ്ങനെയാണ്, ഞാൻ തുറത്തുനിന്ന് കാണിക്കുന്നില്ല, സെയിം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ അടിയിൽ വർക്ക്
പിന്നെ ഷോളിൽ വർക്ക് വരുന്ന ബീറ്റ്റൂട്ട് കളറാണ്. പിന്നെ ഒരു കോഫി ബ്രൗൺ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത്, അതിപ്പോൾ എന്തെങ്കിലും ഇല്ല, വേറെ ആൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത് അപ്പം കൊടുത്തു. ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാണ്, സെമി ഷാൻഡൂൺ ബോട്ടം എന്നാണ് ഇതിന്റെ പേര്. അത് ഞാൻ തോന്നുന്നു ഷാൻഡൂൺ തന്നെ പേരും തോന്നുന്നു. ബോട്ടം നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ലാത്ത നല്ല മെറ്റീരിയലാണ്. ഇതിന്റെ റേറ്റ് 999 ആയിരുന്നു. 999 റേറ്റും പിന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു, 200 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. പിന്നെ നമ്മൾ സെക്കൻഡ് ഓർഡർ ചെയ്തത് ഇതാണ്, ഒരു ബ്ലാക്ക് സൽവാറാണ് സെക്കൻഡ് ഓർഡർ ചെയ്തത്. ഇതിലും ഇങ്ങനെ ചെസ്റ്റ് പോർഷനിലൊന്നുമില്ല, ചെസ്റ്റ് പോർഷനിൽ പ്ലെയിൻ ആണ്. ഇതിന്റെ വർക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴേക്കാണ് വരുന്നത്, താഴ്ഭാഗത്താണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതിന് അതുപോലെ ഇതിന്റെ കൈയിന്റെ ഭാഗം, ഇതിന്റെ കയ്യിലാണ് പിന്നെ വർക്ക്. ഇതാണ് കൈയിന്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ കൈ ഇങ്ങനെ വെച്ചടിക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ കൈ, കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ കൈയിന്റെ പോർഷൻ വരിക. ഇതാണ് ഇതിന്റെ ഷോള്. ഇതിന് വേറെ ഒരു പ്രശ്നമില്ല, ഇതിന് കളർ ഇത്തിരി ഡിമ്മായ പോലെ തോന്നി. പിന്നെ നമുക്ക് അറിയാലോ, നമ്മൾ ഫോണിൽ കാണുന്ന കളർ ആയിരിക്കില്ല നമ്മളൊരു സാധനം നേരിട്ട് നമുക്ക് കിട്ടുമ്പോൾ. ഫോണിൽ എന്തായാലും കളർ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ മറ്റേ മുൻപത്തെ സൽവാർ എല്ലാം സെയിം കളർ ആയിരുന്നു, ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഇതിന് മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കളർ ഒരു വ്യത്യാസമായിട്ട് തോന്നിയത് ഈ ഒരു സൽവാറിന്. ഇതിന്റെ തന്നെ ഒരു ഷെയ്ഡും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ നമ്മൾ എടുത്തത് ഇതിന്റെ തന്നെ നമ്മൾ എടുത്തത് ഈ കളറാണ്, ഒരു വാടാമല്ലി കളറില്ലേ, വാടാമല്ലി കളർ. ഇത് വെറുതെ ഒന്നും കാണിക്കണില്ല, ഇത് തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം. താഴെ ഇങ്ങനെ വർക്ക്, ഷോളിൽ ഇങ്ങനെ വർക്കായിട്ട് വരുന്ന വാടാമല്ലി കളറാണ്. ഇതും അങ്ങനെ തന്നെയാണ്, ഇത്തിരി ഡിമ്മായിട്ടുണ്ട്. പക്ഷെ ബ്ലാക്കിനെ വെച്ച് നോക്കുമ്പോൾ ബ്ലാക്കിന്റെ അത്ര ഡിമ്മല്ല, ഇത് കുറച്ചും കൂടെ ഒരു കളറ് നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെയാണ്. ബ്ലാക്കിനാണ് ഭയങ്കരമായിട്ട് അങ്ങനെ ഇത്തിരി ഡിമ്മായ പോലെ തോന്നിയത്. അപ്പൊ ഇതിന്റെ ബോട്ടം അതുപോലെ തന്നെ സെമി ഷാൻഡൂണിന്റെ ബോട്ടാണ്. ഇതിനൊന്നും ലൈനിങ് ഇല്ല, ഈ മെറ്റീരിയലും അതിനും ലൈനിങ് ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ റേഞ്ചും 999 തന്നെയാന്ന് തോന്നി, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 999 ആണെന്ന് തോന്നുന്നു. പിന്നെ ഓർഡർ ചെയ്തതാണ് വെൽവെറ്റ് ഓർഗൻസ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തത്. കൈയിന്റെ അവിടേക്കും വർക്ക് വരുന്ന, ചെസ്റ്റ് പോർഷനിൽ വർക്ക് വരുന്ന ഒരു നല്ലൊരു സൽവാർ, ഒരു പാർട്ടി വെയർ. ഇതിന്റെ ഷോള് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഷോള് ഇതാണ്. ഇതിന്റെ ഷോള് പ്ലെയിൻ ഷോളാണ്, കണ്ടോ? പ്ലെയിൻ ഷോളാണ്, ഇതിന് ഒരു വർക്കും ഇല്ലാത്ത പ്ലെയിൻ ഷോളാണ്. ഇങ്ങനെയാണ് ഇത് വരിക, ഇങ്ങനെയാണ് വരിക. ഇത് പിടിക്കാൻ കിട്ടുന്നില്ല, ഈ തുണി ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടേ ഇങ്ങനെ പിടിക്കാനായിട്ട് കിട്ടുന്നില്ല, ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ സൽവാർ മെറ്റീരിയൽ. ഇതിന്റെ തന്നെ വേറൊരു കളറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ബ്ലൂ ആണ്, ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ്. പിന്നെ ഇതിന്റെ നമ്മൾ എടുത്തത് ഈ കളറാണ്, മെറൂൺ ആണ് എടുത്തത്, മെറൂൺ. അപ്പൊ ഇത് ഞാൻ തുറക്കണില്ല, ഇത് അതുപോലെ തന്നെയാണ്, സെയിം ഷോളൊക്കെ അതുപോലെ തന്നെയാണ്, വർക്കൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അടുത്ത സൽവാറാണ് ഇത്, ഇതാണ് ലാസ്റ്റ് വൺ. ഇത് വേറെ ആൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, ആൾക്ക് ഇഷ്ടപ്പെട്ട് ആള് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പൊ ഞാൻ കുറെ തുറന്ന് കാണിക്കില്ല, ഞാനിത് വന്നപ്പോൾ തുറന്ന് ഡാമേജ് ഉണ്ടോ നോക്കിയ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പൊ ആ വീഡിയോ ഞാനിതിൽ കാണിക്കാം. ഞാനത് ഫുൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കാണിക്കുന്നില്ല, എപ്പോഴും തുറക്കണില്ല. ഇതാണ് കളറ്, ഒരു പീകോക്ക് ബ്ലൂ ആണ് കളർ, പീകോക്ക് ബ്ലൂ ആണ് ഇതിന്റെ കളറ്. ഇതിന്റെ ബോഡി ഫുൾ ഇതാണ് വരുന്നത്, ഇതാണ് ഇതിന്റെ ടോപ്പ്. ഷോള് വരുന്നത് ഇതാണ് ഷോളിൽ ഫുള്ളി ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്ന ഷോളാണ്. ഞാനിതിന്റെ വീഡിയോ കാണിക്കാം കേട്ടോ, ഇതിങ്ങനെ തുറന്ന് കാണിക്കില്ല. അപ്പൊ ഇതിന്റെ റേറ്റ് 1200 ആയിരുന്നു, മറ്റേ സൽവാറിന് 1500 ആയിരുന്നു നേരത്തെ കാണിച്ചതിന്. അപ്പൊ ഇതാണ് എന്റെ ഇഹാ ഡിസൈൻസിനുള്ള റിവ്യൂ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൽവാർ മെറ്റീരിയൽ എങ്ങനെയായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഓവറോൾ എന്റെ എല്ലാം നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം വന്നത്, രണ്ടാമത് വന്നവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.